ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി സേമിയാണ്. ഓക്കെ, ബിരിയാണി സേമിയ എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളി, തക്കാളി, മല്ലിത്തള, പുതിന, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് തൈര് വേണം. തൈര് ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ മുളക് പൊടിയും വേണം. മുളക് പൊടി ഉണ്ട് കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇത്തിരി വേണം കേട്ടോ. ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചട്ടകം വേണം. ചട്ടകം എടുത്തിട്ടുണ്ട്. ഓക്കെ, എണ്ണ ചൂടായി തോന്നുന്നുണ്ട്. നമുക്ക് ആദ്യം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് ഉള്ളിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി കുറച്ച് വേഗം വാടും. ഓക്കെ, ഒരുപാട് വേണ്ട, കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഉള്ളി നല്ലോണം വാടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. സെമിക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക പൊടിച്ച പൊടി വേണം. പിന്നെ അതുപോലെ പച്ചമുളക് വേണം. ഓക്കെ, പച്ചമുളക് രണ്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇടാനുള്ള സമയമായിട്ടില്ല. ഉള്ളി ആകുന്നുള്ളൂ കേട്ടോ. ഉള്ളി അങ്ങനെ കളർ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ കുറച്ച് ഗോൾഡൻ കളർ ആവണം. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ കളർ മാറും. ഉള്ളി ഇങ്ങനെ ആയതിനു ശേഷം തന്നെ നമ്മളതിൽ മല്ലിത്തള ഇടണം കേട്ടോ. മല്ലിത്തള ഇടുമ്പോൾ തന്നെ നല്ല മണം വരും. നല്ല മണം വരും. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ പുതിനേൻ്റെ ഇല അത് ഇട്ട് കൊടുക്കുക. പുതിനേൻ്റെ ഇലയും ഉള്ളി പിന്നെ മല്ലിത്തള ഇത് നല്ല മൂന്നും കൂടി നല്ലോണം മിക്സ് ആവണം. ഇത് നോക്കിക്കോളും. പുതിനേൻ്റെ ഇലയും മല്ലിത്തളയൊക്കെ കൂടി നല്ലോണം മിക്സ് ആക്കുക. പിന്നെ മണം കുറച്ച് പോകണം, അപ്പോഴാണ് കുറച്ച് ഇതുണ്ടാവുള്ളൂ. ഉള്ളിൻ്റെ കളർ കണ്ടില്ല, ഇതുപോലെ ആവണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സുമാറായി. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി നല്ല മണം വരും. നിങ്ങൾക്ക് മണക്കുണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ല മണമുണ്ട് കേട്ടോ. ഇനി വെളുത്തുള്ളി ഇട്ടതിന് കുറച്ച് നേരം നല്ലോണം മിക്സ് ആവണം. അങ്ങനെ മസാല വന്ന് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കണം. തക്കാളി നല്ലോണം മിക്സായി നല്ല വെന്ത് ഉടനെ വരണം. അപ്പോഴാണ് മസാല നല്ലോണം ഉണ്ടാവുള്ളൂ. ഇല്ലയെന്ന് പറഞ്ഞാൽ മസാല അധികം ഉണ്ടാവില്ല. തക്കാളി നല്ല വെന്ത് ഉടയണം. ഓക്കെ, അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും. മസാല നല്ലോണം ആവണം. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞാലാണ് നമുക്ക് മസാല ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, തക്കാളി ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഒരുപാട് ഇട്ട് എരിയും, എന്നാൽ ആവശ്യത്തിന് കുറച്ചിടുക. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണാണ് ഇടുന്നത് കേട്ടോ. 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഉള്ളി വാട്ടുന്ന സമയത്ത്. അതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയാൽ മതി. ഓക്കെ, ഒരുപാട് മുളക് പൊടി ഇട്ടാൽ പിന്നെ ഭയങ്കര എരിച്ചിലാവും. ഓക്കെ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് തൈര് ഒഴിക്കണം. ഞാൻ ഇതിന് സലാഡ് ഉണ്ടാക്കാനും കൂടിയിട്ടാണ് തൈര് വാങ്ങിയത്. അതുകൊണ്ട് കുറച്ച് തൈര് മതി. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇത്ര തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തൈര് ഒഴിച്ചു കൊടുക്കണം. തക്കാളി ഇട്ടതിന് ശേഷം വേണം
തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സായി വരണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ബിരിയാണീൻ്റെ മണം വരാൻ തുടങ്ങി. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ മണം വരാൻ തുടങ്ങും. ഓക്കെ, മസാല നല്ലോണം ഒന്ന് വെന്ത് ഒടയട്ടെ. അപ്പോൾ തന്നെ തിന്നാൻ പൂതിയായി. മസാല ഒന്ന് റെഡി ആയിക്കോട്ടെ. ഏറെക്കുറെ നല്ല വെന്തതായിട്ട് തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതിൻ്റെ പൊടിയുണ്ട്. പട്ട ഗ്രാമ്പ് പൊടി എന്ന് പറയും. ആ പൊടി ലേശം, ഒരുപാട് വേണ്ട. ഒരുപാട് ഇട്ടാൽ പിന്നെ കുത്തലുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഇതാണ്ട ഇതുപോലെ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ പച്ചമുളക് ഉണ്ടല്ലോ, നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ എരിയും. മുളക് പൊടി ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് പച്ചമുളക് പേരിന് ഒരു 2 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് മിക്സ് ചെയ്ത് തക്കാളി ഇനിയും കുറച്ചും കൂടി വെന്ത് ഉടയും. ഓക്കെ, നമ്മൾ അതിനാണ് ചെറുതായിട്ട് തക്കാളി കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ മസാല ഏറെക്കുറെ നല്ലോണം വെന്തിട്ടുണ്ട്. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 പാക്കറ്റ് സേമിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം, സേമിയ വേകാനുള്ള വെള്ളം വേണം. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കണം. ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ എരിവുണ്ട്, ഉപ്പ് ലേശം കുറവുണ്ട്. ഓക്കെ, പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ലേശം മതി, ഒരുപാട് ഇട്ടാൽ പിന്നെ ഉപ്പ് കഴിക്കും, പിന്നെ തിന്നാൻ പറ്റില്ല. ഉപ്പിട്ടതിന് ശേഷം നല്ലോണം കൂടെ ഇളക്കി കൊടുക്കുക. ഉപ്പ് അടിയണമല്ലോ. ഞാൻ പൊടിയുപ്പാണ് യൂസ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പും യൂസ് ചെയ്യട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ടേസ്റ്റ് നോക്കണം, ഉപ്പുണ്ടോ എന്ന്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഉപ്പാണ്. ഓക്കെ, ഇനി വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് വേറൊരു കാര്യം ചെയ്യാം. ഈ സേമിയൻ്റെ പാക്കറ്റൊക്കെ സേമിയ പൊടിയാക്കണം. എല്ലായിരിക്കും അതൊക്കെ പൊടിയാകണം. ഓൾറെഡി ഇത് കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇത് പൊടിച്ചു കൊടുക്കാം. നാല് പാക്കറ്റ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് നെയ്യ് യൂസ് ചെയ്യതിൽ നെയ്യ് ആദ്യം തന്നെ യൂസ് ചെയ്യണ്ട. ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ കൂടെ വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക. നമ്മൾ വന്നിട്ട് നെയ്യ് വന്നിട്ട് ലാസ്റ്റ് സേമിയൊക്കെ ഇട്ട് ഇളക്കി വെള്ളം വറ്റുമല്ലോ, ആ ടൈമിൽ വന്നിട്ട് നമുക്ക് മേലെ ഇത്തിരി ലേശം ഒരു 2-3 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഓക്കെ, കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് തൈര് ചട്നി, അതായത് തൈര് ചട്നിക്കുള്ള ഉള്ളിയൊക്കെ വെട്ടി റെഡിയാക്കാം. ഓക്കെ, ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയാണ് ഞാൻ അടുത്തത്. ഉള്ളീൻ്റെതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഉള്ളിനെ നാന്നരിയണം. ഉള്ളി വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് അതുപോലെ മല്ലിത്തളൻ്റെ ഈ ബാക്ക് ഭാഗം വെട്ടിക്കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം കുറച്ചിങ്ങനെ വെട്ടി ചേർക്കുക. പിന്നെ ഒരു പച്ചമുളക് അങ്ങനെ ഒന്ന് മതി, എരിവുണ്ടാവും. അപ്പോൾ ഒന്ന് വെട്ടിയിടാം. ഓക്കെ, ഇത് വെട്ടിയത് ഒരു ബൗളിലേക്ക് ആക്കാം. ഓക്കെ, വെട്ടിക്കഴിഞ്ഞ് ബൗളിലേക്ക് മാറ്റിയതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാൻ തൈര് ബാക്കിയുണ്ടല്ലോ, തൈര് കുറച്ച് മുന്നേ ഒഴിച്ചു കൊടുക്കുക. ബാക്കി നല്ലോണം മിക്സ് ആക്കുന്നത്. വെള്ളം തിളയ്ക്കാനായിട്ടാണ്, നമ്മുടെ സേമിയൻ്റെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കണം.
ഒരു മിനിറ്റും കൂടി കഴിയുമ്പോൾ വെള്ളം നല്ലോണം തിളയ്ക്കും. അപ്പോഴേക്കും ഇവിടെ തൈര് ചട്നി റെഡിയായി. നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി. അങ്ങനെ തൈര് ചട്നി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിന്നത് മാറ്റി വെക്കാം. വെള്ളം തിളയ്ക്കാനായല്ലോ. വെള്ളം തിളയ്ക്കാനായതുകൊണ്ട് നമുക്ക് ഈ സേമിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെക്കാം. ഓക്കെ, സേമിയ പാക്കറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കാം. സേമിയ പാക്കറ്റ് പൊട്ടിച്ച് അടുത്ത് വെച്ചാൽ നമുക്ക് വെള്ളം തിളച്ചതും കൊട്ടാൻ എളുപ്പമായിരിക്കും. മണം വരുന്നുണ്ട് കേട്ടോ. വെള്ളം തിളക്കാനായല്ലോ. ആവി ഇങ്ങനെ വരുന്നുണ്ട്. ബിരിയാണിയുടെ മണം ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, വെള്ളം നല്ലോണം തിളയ്ക്കുന്നത്. വെള്ളം നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ച് വെച്ച സേമിയൊക്കെ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, 4 പാക്കറ്റ് സേമിയുണ്ട്. 4 പാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, വെള്ളം സേമിയ കിട്ടിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ വെള്ളം ഒന്നും കൂടി തിളയ്ക്കും. തിളയ്ക്കുമ്പോൾ സേമിയ ഇങ്ങനെ വെന്ത് വരും. സേമിയ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കണ്ട തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചട്ടീൻ്റെ അടിയിൽ ഒട്ടി പിടിക്കും. അതിനാണ് നമ്മളിതിനെ ഇളക്കി കൊടുക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം വേണ്ട. വെള്ളം വറ്റി വരും. അങ്ങനെ വെള്ളം വറ്റും തോറും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നോക്കിയില്ല കാണിച്ചാൽ എങ്ങനെ ഇളക്കി സെറ്റാക്കണം. അങ്ങനെ മസാല വെള്ളം ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. സേമിയം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളധികം എന്താ പറയുക, കളറില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് കളർ കമ്മി. ചില ആൾക്കാർ കളർ പൊടി ഇടും. അപ്പോൾ നല്ല ചുവന്ന കളറായിരിക്കും. നമുക്ക് പിന്നെ കളറിലല്ലല്ലോ ടേസ്റ്റ്. അതുകൊണ്ട് കളർ പൊടി അധികം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കുക. വെള്ളം നല്ല വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മണം കാണണ്ട, ആവി പോണത് കാണുന്നുണ്ടോ? മെല്ല് വരുന്നുണ്ട്. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. ഉണ്ടാ, വെള്ളം ഏറെക്കുറെ പോയി. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റാണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചൂടാകുമ്പോൾ വെള്ളം വറ്റും. കുറച്ച് ഡ്രൈ ആയാലാണ് ടേസ്റ്റ് കൂടുക. പിന്നെ അതുപോലെയാണ് നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കി താഴെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ചൂടാറുമ്പോൾ കുറച്ച് കട്ടയാവും. ഓക്കെ, സേമിയ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ അടുപ്പ് നമുക്ക് ഓഫാക്കണം കേട്ടോ. അടുപ്പ് ഓഫാക്കിയില്ലെങ്കിൽ പിന്നെ അടി പിടിക്കും. ഓക്കെ, ഏറെക്കുറെ റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാൻ വേണ്ടി പോകാം. ഓക്കെ, അവസാനം ലേശം നെയ്യ് ഒഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പൂണാണ് ഉള്ളിൽ കൊള്ളുന്നില്ല. അതുകൊണ്ട് കരണ്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ
ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, എല്ലാവർക്കും നല്ല അഭിപ്രായം, അടിപൊളിയായിട്ടുണ്ടെന്നു. അതുകൊണ്ട് നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇനിയും വരും. അതുകൊണ്ട് ഈ അക്കൗണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് തരും. ഓക്കെ.